പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇത് ഡിസംബർ 25, ഡിസംബർ മാസമാണ്. ഡിസംബർ 25 എല്ലാവർക്കും അറിയാം, ക്രിസ്തുമസ് ആണ്. അപ്പോൾ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഞങ്ങൾ ബേത്ലഹേമിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ ഇവിടെ ഒരുക്കുകയാണ്. ഞങ്ങളുടെ കമ്പനിയിലുള്ള എല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ഒരുക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് നേരത്തെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഇത് ഞങ്ങൾ എല്ലാവരും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓരോ ആൾക്കാരും ചേർന്നാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മിനിയേച്ചറുകളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാലിത്തൊഴുത്തിൻ്റെ രൂപരേഖകളൊക്കെ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല, ഇനിയും പല പണികളും ഇങ്ങനെ നടക്കാനുണ്ട്. ഇത് അതിന് ചുറ്റും വെക്കാനുള്ള കൈവരികളൊക്കെയാണ്, അതെല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ രൂപരേഖകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ്. ഞങ്ങളുടെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കാർപ്പൻറ്റേഴ്സാണ് ഇത് ഞങ്ങൾക്ക് ഇതിൻ്റെ സ്കെൽറ്റനെല്ലാം ഉണ്ടാക്കി തന്ന്. പിന്നെ അതിന് മേളിലുള്ള ഓരോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ ഞങ്ങളുടെ ഒപ്പമാണ് ഉള്ളത്. ലൈറ്റ് ഹൗസിൻ്റെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ മിനിയേച്ചറുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ AC ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ഫോർമാനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഷാജി എന്നാണ്. കൊല്ലം സ്വദേശിയാണ്. ഷാജി, എന്താണ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിനെ കുറിച്ച് ഷാജിക്ക് പറയാനുള്ളത്? ഈ വർഷം എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കണം നമുക്ക് ക്രിസ്മസ്. ഒരു കൊളാഷ് രൂപത്തിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിനിയേച്ചർ പരമാവധി ഞങ്ങൾ അത് ഭംഗിയാക്കി അതിൻ്റെ അതേ രീതിയിൽ തന്നെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെയും മേളിലത്തെ ടിൻ വർക്കുകളൊക്കെ ചെയ്തു തന്ന ഷാജിയാണ്. ഇപ്പോൾ അതിൽ ക്ലോത്ത് വെച്ച് പിടിപ്പിക്കുകയാണ്. പരമാവധി ഒറിജിനാലിറ്റി വരത്തക്ക രീതിയിലാണ് ആ മിനിയേച്ചറുകളെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനുള്ളിൽ ആ ലൈറ്റ് ഹൗസിനകത്ത് ലൈറ്റ് വരും, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെല്ലാം ഞങ്ങളുടെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോർമാനാണ്. ഇദ്ദേഹമാണ് ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ തന്നത്. ഇങ്ങനെ ഈ വർഷം നമുക്കൊരു ക്രിബ് ഉണ്ടാക്കണമെന്നും ഇതിൻ്റെ മിനിയേച്ചറുകളൊക്കെ ഉണ്ടാക്കണമെന്നും ഒക്കെ ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്നത് ഇദ്ദേഹമാണ്. ജോഷുവ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ്. ജോഷുവ, എന്ത് പറയുന്നു ഈ പ്രാവശ്യത്തെ ക്രിസ്മസിനെ കുറിച്ച്? ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് വളരെ മനോഹരമായി ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് സർവാധികം ഭംഗിയായി ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കണമെന്നാണ് ഞങ്ങൾ കരുതിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ പിന്നണിയിൽ ഓരോ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിജുവിന് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ആഘോഷിക്കുക, എല്ലാവരും സന്തോഷിക്കുക. അതേ ഉള്ളൂ. എല്ലാവരും പല നാട്ടിൽ നിന്നും വന്നവരാണ്. എല്ലാവരും കൂടെ കൂടിയിട്ട് ആഘോഷിക്കുക, സന്തോഷിക്കുക. സ്റ്റാറിന്റെ ലൈറ്റ് ഫിക്സ് ചെയ്യുകയാണ്. ഇത് ഫിക്സ് ചെയ്യുന്നത് ബിജു ആണ്. ബിജു കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹം സ്റ്റാറിനകത്ത് ലൈറ്റ് ഫിക്സ് ചെയ്യുകയാണ്. അദ്ദേഹം ഞങ്ങളുടെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോർമാനാണ്. അങ്ങനെ നമ്മുടെ മിനിയേച്ചറിൻ്റെ വർക്ക് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 21 ഇന്ന് 21 തീയതിയായി. ഏകദേശം 23 നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. 24 എല്ലാ ലൈറ്റും എല്ലാ സജ്ജീകരണങ്ങളും റെഡി ആയിക്കൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പണി വളരെ ഭംഗിയായിട്ട് ഓരോരുത്തരത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പുൽത്തകിടി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ പിന്നമ്പുറങ്ങളിലായിട്ട് ഓരോ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. എല്ലാവരും ഒരുപോലെ സഹകരിച്ചാണ് ഞങ്ങൾ നടക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടികൾ നടത്തുന്നത്. ഇപ്പോൾ കുളവും വെള്ളച്ചാട്ടവും ഒക്കെ ഞങ്ങൾ റെഡിയാക്കുന്നുണ്ട്. AC ഷാജി എന്നോടൊപ്പം സജീവമായിട്ട് തന്നെയുണ്ട്. ഓരോ കാര്യത്തിനും ഷാജിയാണ് എന്നോടൊപ്പം ഉള്ളത്. അതുപോലെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇപ്പം പ്രത്യേകിച്ച് ഒരാളെ തന്നെ എടുത്തു പറയാനില്ല. എല്ലാവരും ഇതിന്റെ പിന്നണിയിലുള്ളതുകൊണ്ട് പലരുടെയും കാര്യങ്ങളുണ്ട്, പലരുടെയും പേരെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. എന്നാലും ഷാജി കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ഇപ്പൊ അവര് അതിന്റെ ജോലികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുൽത്തകിടി നിർമ്മിച്ചു അടിപൊളിയാക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ പുൽത്തകിടിയുടെ ഒരു നല്ലൊരു ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നോക്കുകയാണ്. നമ്മൾ എല്ലാ വർഷത്തെക്കാട്ടി അടിപൊളിയാക്കും ഈ വർഷം.
അങ്ങനെ കരുതുന്നു എല്ലായിടത്തും. അപ്പം ഒരു പുതിയ ഒരു കൊളാഷാണ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഞങ്ങൾ എല്ലാ ക്യാമ്പുകളിലും ഞങ്ങളുടെ കമ്പനിയുടെ എല്ലാ ക്യാമ്പുകളിലും ഇത് ഒരുക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ ഒരല്പം കൂടെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഭംഗിയായിട്ട് വെറൈറ്റി എത്രയും ഭംഗിയാക്കാൻ പറ്റുമോ അത്രയും ഭംഗിയാക്കി പിൽത്തകിടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടീമാണിത്. ഇതെല്ലാം ഈ കമ്പനിയുടെ സ്റ്റാഫുകൾ തന്നെയാണ് കേട്ടോ. ഇത് സിവിലിന്റെ ഒരു ഫോർമാനാണ്, തമിഴ്നാടാണ് സ്വദേശം. ഇതും സിവിലിന്റെ ഒരു ഫോർമാനാണ്. എല്ലാം സ്റ്റാഫാണ് എല്ലാവരും. പിന്നെ ഗോപാൽ ഞങ്ങളുടെ ഒരു ആള് തന്നെയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് കട്ടയ്ക്കൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. ഇത് ജെറി സിവിലിന്റെ ഫോർമാനാണ്. ഇദ്ദേഹവും നമ്മളോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന കൂട്ടത്തിലാണ്. എല്ലാ കാര്യങ്ങൾക്കും പുള്ളി വരും. അങ്ങനെ ഇനിയും കുറെ ആൾക്കാർ പിന്നാമ്പുറങ്ങളിലുണ്ട്. അതെല്ലാം കാണിച്ചു തരാം, എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. ഇത് സതീഷ്, AC യുടെ സൂപ്പർവൈസറാണ്. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. നല്ല തണുപ്പായതുകൊണ്ട് എല്ലാവരും കിടന്നങ്ങ് ഉറങ്ങും. രാവിലെ ഒന്നും എഴുന്നേക്കാൻ പറ്റൂല, കാര്യം അതുപോലെ തണുപ്പുണ്ട്. വൈകുന്നേരവും 2 മണി ആയി കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് തുടങ്ങി. അതിന്റെ ഓരോ മിനിയേച്ചറുകളിലും ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയായിരുന്നു മിസ്റ്റർ മനോജ്. ഇദ്ദേഹം കായംകുളം സ്വദേശിയാണ്. ഞങ്ങളുടെ പ്ലംബിങ്ങിന്റെ സൂപ്പർവൈസറാണ്. അദ്ദേഹമാണ് ഇതിന്റെ പ്ലംബിംഗ് വർക്കുകളെല്ലാം ചെയ്തു തരുന്നത്. മനോജ് എന്ത് പറയുന്നു? ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എങ്ങനെയുണ്ട്? എങ്ങനെ ആഘോഷിക്കും നമ്മള്? ഇപ്രാവശ്യം ക്രിസ്മസ് നമ്മൾ അടിച്ചു പൊളിക്കുക. ഞങ്ങളെ സ്വന്തം നാട്ടുകാരന് സതീഷുണ്ട് ഇവിടെ. തമിഴ്നാട്ടുകാരൻ രാജഗോപാല്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ്. പിന്നെ കോടി, തമിഴ്നാട്. കോടി എവിടെ? നാടെവിടെ? അങ്ങനെ നമുക്കിവിടെ പറയുന്ന ഓരോ ആഘോഷങ്ങളും, ഇപ്പൊ ഓണം ആണെങ്കിലും ഞങ്ങൾ അതുപോലെ തന്നെയാണ്. ഷാജി, വിഷു ആണെങ്കിലും അങ്ങനെയാണ്, ക്രിസ്മസ് ആണെങ്കിലും അങ്ങനെയാണ്, ഈദ് ആണെങ്കിലും അങ്ങനെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ മതവ്യത്യാസങ്ങളൊന്നുമില്ല. ഞങ്ങൾ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഷാജിയാണ്. ഇപ്രാവശ്യം DJ ആണ് അതിന്റെ മെയിൻ കാര്യക്കാരൻ. ഇത് ഞങ്ങളുടെ സിവിലിന്റെ ഒരു ഫോർമാനാണ്. ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള ആളാണ്. ഇദ്ദേഹത്തിന്റെ പേര് കോടി എന്നാണ്. കോടി എന്ത് പറയുന്നു? ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് നമ്മൾ എങ്ങനെ ആഘോഷിക്കുന്നത്? ரொம்ப சந்தோஷமாயிட்டு நல்ல ரீதியில கிறிஸ்மஸ் கொண்டாடிக்க எல்லாரும் சேர்ந்து ஒருமிச்சு ഉണ്ടാക്ക നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഹാപ്പി ക്രിസ്മസ്. ഇത് ശ്രീകുട്ടൻ, ഇദ്ദേഹവും സ്വദേശം കായംകുളമാണ്. ഇദ്ദേഹം സേഫ്റ്റിയുടെ എഞ്ചിനീയർ ആണ്. അദ്ദേഹം നമ്മളുടെ ഈ മിനിയേച്ചർ ഉണ്ടാക്കുന്നതിന്റെ ഒരു കാര്യക്കാരൻ തന്നെയാണ്. ശ്രീകുട്ടൻ എന്ത് പറയുന്നു ഈ പ്രാവശ്യത്തെ ക്രിസ്മസിനെ കുറിച്ച്? ശ്രീകുട്ടന്റെ അഭിപ്രായവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? പക്ഷേ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസിയുടെ ക്രിസ്മസ് ആണ്. ഇൻസി നമ്മുടെ സ്റ്റാഫുകൾ എല്ലാരും കൂടെ ചേർന്ന് നല്ല ആഘോഷമായിട്ട് എല്ലാരും പങ്കുചേർന്ന് എല്ലാരും ഒരേപോലെ സഹകരിച്ചുകൊണ്ട് ചെയ്യാണ് നമ്മൾ ആഘോഷം. സ്റ്റാറിന്റെ ജോലികളൊക്കെ പിന്നാമ്പുറങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം വഹിക്കുന്നത് ജിജോ സൂപ്പർവൈസറാണ്. പിന്നെ അതുപോലെ തന്നെ റോമിയും സൂപ്പർവൈസറാണ്. പിന്നെ ഇത് ഞങ്ങളുടെ ഇൻഫ്രയുടെ ഒരു ഫോർമാനാണ് അനു. ഇവരൊക്കെയാണ് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ സ്റ്റാർ ഏകദേശമൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഇച്ചിരി താമസം വന്നത്. നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റിലാണ്. അപ്പം എന്താണ് അനുവിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ പ്രാവശ്യത്തെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിനെ കുറിച്ച് അനുവിന് എന്താ പറയാനുള്ളത്? ഞങ്ങൾ കുറച്ച് ആൾക്കാർ നല്ല രീതിയിൽ നടത്താനായിട്ട് ആഗ്രഹിച്ച് എല്ലാവരും മുന്നോട്ടിറങ്ങി. ഞങ്ങൾ സ്റ്റാർ, അതേപോലെ ലൈറ്റുകൾ, പിന്നെ എല്ലാം ജോൺസി വെച്ചതിൻ്റെ തീരുമാനത്തിലും മനസ്സങ്കല്പത്തിനനുസരിച്ചുള്ള കുളം, കൊട്ടാരം, കാലിത്തൊഴുത്ത് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റിനൊക്കെ വിജിരാജാണ് ചെയ്യുന്നത്. സഹകരിക്കുന്ന എല്ലാവരും
ഈ നന്നായി. മെറ്റീരിയൽസ് എല്ലാം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എനിക്ക് തേടി പിടിച്ച് കൊണ്ടുതന്നത് ഈ അനുവാട്ടോ. അനുവാണ് അതിന്റെ സാധനങ്ങളെല്ലാം Arrangement വളരെ മാത്രമാണ്. എല്ലാ സാധനങ്ങളും ഞാൻ ഓരോ സാധനങ്ങളും പറയുമ്പോൾ അപ്പം കട്ടയ്ക്ക് നിന്ന് ഈ സാധനങ്ങളെല്ലാം കൊണ്ട് തന്നുകൊണ്ടിരുന്നത് ഈ അനുവാണ്. പണികളെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 21 ഞങ്ങളൊരു 24 തീയതിയാണ് ഞങ്ങളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ സ്റ്റാർട്ടാക്കി നോക്കാൻ വേണ്ടി ഇരിക്കുന്നത്. എല്ലാ പണികളും നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഞങ്ങളുടെ ഇത് തലാബ് എന്ന് പറഞ്ഞ കുളത്തിനകത്ത് ഞങ്ങൾ വെള്ളമൊക്കെ നിറച്ചു. ഇനി അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളച്ചാട്ടം ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഇന്ന് 23 തീയതി നമ്മളെ ക്രിബിൻ്റെ മിനിയേച്ചറിൻ്റെ ഏകദേശ രൂപം ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് ഇന്ന് ട്രയലാണ്. 23 തീയതി ട്രയൽ. നാളെയാണ് നമുക്ക് ക്രിസ്മസ് ആഘോഷം. അപ്പോൾ അതിൻ്റെ പരിപാടികളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. ഏകദേശ രൂപം ഇപ്പോൾ ആയി. ഇനിയും കുറച്ച് പണികളൂടെ ബാലൻസ് ഉണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കോരെ പേഡ് വിഷൻ എന്ന യൂട്യൂബ് ചാനലാണ് എനിക്കുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പായലിനുള്ള സംഭവമാണിത്. അത് ഞങ്ങളിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സെക്രട്ടറിയാണിത്, വിനോദ്. സ്വന്തം ദേശം പുറമറ്റം തിരുവല്ല. ഇത് രാജ ഫോർമാനാണ്. ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. സിവിൽ. ഭയങ്കര തണുപ്പാണ് ഇവിടെ, പുറത്ത് നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനിയും നാളെ കാണാം. 24 തീയതി രാത്രിയാണ് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ. 24 തീയതി രാത്രി എത്തിയിരിക്കുകയാണ്. നമ്മളുടെ മിനിയേച്ചറിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു തടാകം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ചാടുന്നുണ്ട്. വെള്ളച്ചാട്ടം പക്ഷേ ഞങ്ങളുടെ മോട്ടറിന് ഇച്ചിരി പവർ കുറവായിരുന്നതുകൊണ്ട് വെള്ളച്ചാട്ടം വളരെ കുറവായിട്ടേ ഉള്ളൂ. എന്നാലും ഒരുവിധം ഭംഗിയായി തീർത്തു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾക്ക് കിട്ടിയ തിരുരൂപം വളരെ ചെറുതായിരുന്നു. കാര്യം ഞങ്ങളുടെ മിനിയേച്ചർ ഉണ്ടാക്കിയ അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇച്ചിരൂടെ വലിപ്പത്തിലായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. യേശുക്രിസ്തുവിൻ്റെ തിരുനാമമഹത്വത്തിന് വേണ്ടിയാണല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത്.
വെള്ളച്ചാട്ടത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മോട്ടർ വളരെ ചെറുതായിപ്പോയി, പവർ കുറവായിപ്പോയി. അതുകൊണ്ട് വാട്ടർഫാൾസ് ഒരല്പം കുറവാണ്. എങ്കിലും കുഴപ്പമില്ല, പരമാവധി ശ്രമിച്ചിട്ടുണ്ട്.
ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. എല്ലാവരും ഉണ്ട്. എല്ലാം നൈൽ സ്റ്റാഫാണ്. എൻജിനീയേഴ്സ് ഉണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്. Good morning. Assalamu alaikum. Okay. So, as you all know, today is Christmas. So, on behalf of NGC, I wishing you all a Merry Christmas and a wonderful Happy New Year to all. So, we'll have a little girl with us as a chief guest. So, she will cut the cake for you. Okay.
നമ്മൾ വീഡിയോ നിർത്തുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് നൽകുകയാണ്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.